മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താസമ്മേളനം രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്ക് മീഡിയ റൂമിലാണ് വാർത്താസമ്മേളനം. മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇന്ന് മന്ത്രിസഭാ യോഗം, നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ വാർത്താസമ്മേളനത്തിന് പതിവ് പോലെയും അതിലുമേറെ വലിയ രാഷ്ട്രീയ മാധ്യമ പ്രാധാന്യമുണ്ടല്ലോ. തീർച്ചയായും ശരത്ത്, മുഖ്യമന്ത്രി 11 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നേരിട്ടായിരിക്കും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിനായി താഴേക്ക് എത്തുക. ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനം ഏറെ നിർണായകം തന്നെയാണ്. കാരണം പലവിധ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ളത്. അതിലെല്ലാം അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള മറുപടി അദ്ദേഹത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണമാണ്. അത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു പരാതി PV അൻവർ ഉന്നയിച്ച സമയത്ത് തന്നെ, അതായത് അദ്ദേഹം രേഖാമൂലം നൽകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പരാതി ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിലുള്ള അന്വേഷണം 1 മാസം കൊണ്ട് പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി അന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ റിപ്പോർട്ട് ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമുള്ള ഒരു വാർത്താ സമ്മേളനം എന്ന രീതിയിലായിരിക്കും. അതിന് മുൻപ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റിപ്പോർട്ട് അതിന് മുൻപ് ലഭിക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കും ലഭിക്കുക. ഏതായാലും റിപ്പോർട്ട് അതിന് മുൻപ് ലഭിക്കുകയാണെങ്കിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന്റെ തുടർ നടപടി എന്തായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ള കാര്യം വിശദീകരിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം നിലനിൽക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നിലവിൽ നൽകിയിട്ടുണ്ട്. DGPക്ക് നൽകിയ റിപ്പോർട്ട് അത് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയതിനു ശേഷം പിന്നീട് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് എത്തിയിരുന്നു. 24-ാം തീയതി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. 24-ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി. ഏതായാലും ഈ റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ ഏത് തരത്തിലുള്ള തുടർ നടപടിയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. അതിനൊപ്പം നിലനിൽക്കുന്ന മറ്റൊരു വിഷയം ഹിന്ദുവിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിൽ ഹിന്ദു പത്രം ഖേദപ്രകടനം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇതിനെ വലിയ തോതിൽ വിവാദമാക്കാൻ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും വലിയ തോതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചതാണെങ്കിൽ പോലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ഉയർന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മന്ത്രിസഭാ യോഗം കൈക്കൊള്ളുന്ന പ്രധാന തീരുമാനങ്ങൾ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നതായിരിക്കും. ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് PV അൻവർ വളരെ പരസ്യമായി LDF MLA എന്ന നിലയിൽ നിന്നുകൊണ്ട്, CPIM പാർലമെൻ്ററി പാർട്ടി അംഗം എന്ന നിലയിൽ നിന്നുകൊണ്ട് വളരെ പരസ്യമായി ഉന്നയിച്ച കുറേ ആരോപണങ്ങൾ, കുറേ വെളിപ്പെടുത്തലുകൾ, ഇതേ തുടർന്ന് അൻവറിൻ്റെ തന്നെ പരാതി, ആ പരാതി വരും മുമ്പ് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ആ അന്വേഷണത്തിന് മേൽനോട്ടം, ആ നിർദ്ദേശവും സർക്കാർ നൽകിയിരുന്നു. അത് മുന്നോട്ട് പോയി അത് അവസാനിക്കുന്ന ഒരു ഘട്ടം. അതിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ വിശദമായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ പതിവ് പോലെ അദ്ദേഹം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചിരുന്നു. പിന്നീട് അൻവർ ഇടതുപക്ഷവുമായി തന്നെ വിയോജിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് തന്നെ അകന്ന് മാറിപ്പോകുന്ന സാഹചര്യം വരുമ്പോഴും അദ്ദേഹം പറഞ്ഞത് അതൊക്കെ എന്ത് സംഭവിച്ചാലും ആ പരാതികൾ അതിൻ്റേതായ ഗൗരവത്തിൽ ശരിയായ അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ കൂടി ഒരു ശ്രദ്ധ ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിൽ വന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതിൽ ഹിന്ദു മാപ്പ് പറയുമ്പോഴും അതിൽ PR ഏജൻസിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം നിലനിർത്താൻ പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങളും ശ്രമിക്കുന്ന സാഹചര്യം. അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ, അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടിക്കുന്ന കേരള പോലീസിൻ്റെ മികവ്, കസ്റ്റംസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടിക്കാതെ ഈ കള്ളക്കടത്തിന് ഒത്താശ ചെയ്തപ്പോൾ വിമാനത്താവളത്തിന് പുറത്ത് കേരള പോലീസാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയത്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് പിടികൂടിയത്. അത്രമേൽ 124 കിലോ സ്വർണ്ണമാണ് കരിപ്പൂരിൽ നിന്നും മാത്രം പിടികൂടിയത്. ആകെ 142 കിലോ സ്വർണ്ണമാണ് കേരള പോലീസ് ആ വിധം വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പിടികൂടിയത്. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ ഒരു സംസ്ഥാനം തന്നെ, അതൊരു കേന്ദ്ര വിഷയം എന്ന നിലയിൽ നിൽക്കുമ്പോൾ പോലും ഒരു സംസ്ഥാനം തന്നെ, സംസ്ഥാന പോലീസ് തന്നെ വളരെ ശക്തമായി മുന്നോട്ട് പോയ ഒരു പശ്ചാത്തലം ഇതിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് അത് കുറേ കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്നൊരു വിപുലമായ സാഹചര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് കുറേ കൂടി ശക്തമായ മറുപടികൾ, കുറേ കൂടി ഇത് മുമ്പ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ നടപടികളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അദ്ദേഹത്തോട് സ്വാഭാവികമായും ഉയരാവുന്ന പല ചോദ്യങ്ങളുമുണ്ട്. ഈ ഹിന്ദുവുമായി ബന്ധപ്പെട്ടൊക്കെ സ്വാഭാവികമായും മാധ്യമങ്ങളിൽ നിന്ന് വരാം.
അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണം അദ്ദേഹത്തിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതുപോലെ തന്നെ നാളത്തെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോഴും ഈ വിഷയങ്ങളാകെയും സഭയിലേക്ക് കൂടി സ്വാഭാവികമായും എത്തുമല്ലോ.